സോ RSA അൽഗോറിതം നമുക്ക് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റംസിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ഇനി അടുത്തതായിട്ട് അതിൽ പഠിക്കാനുള്ളത് RSA ക്രിപ്റ്റോ സിസ്റ്റം ആണ്. സോ RSA ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. സോ അപ്പോൾ ഇവിടെ യൂസ് ചെയ്യും നമ്മുടെ RSA അൽഗോരിതം നോക്കാം. സോ RSA അൽഗോരിതത്തിൽ ആ പേര് വന്നിരിക്കുന്നത് റിവേഴ്സ് ഷാമർ അഡൽമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നിന്നാണ് RSA അൽഗോരിതം ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 1977 ഇത് ഇൻവെൻറ്റ് ചെയ്തത്. ദെൻ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആണ്. ദെൻ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേഷൻ ആണ് ഓൺ എ ഫൈനൈറ്റ് ഫീൽഡ് ഓവർ ഇൻറ്റിജർ മോഡുലോ എ പ്രൈം. അപ്പോൾ ഒരു പ്രൈം നമ്പേഴ്സിനെ യൂസ് ചെയ്തിട്ട് അവരുടെ മോഡുലസ് ഓപ്പറേഷനും അതുപോലെ തന്നെ എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേഷനും ഒക്കെയാണ് നമ്മൾ ഇവിടെ RSA അൽഗോരിതത്തിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റിജേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലാർജ് നമ്പേഴ്സുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് സ്ലോയുമാണ്, പക്ഷേ കുറച്ചുകൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്ന 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഈ RSA അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കീ ജനറേഷൻ. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അടുത്ത രണ്ടാമത്തത് എൻക്രിപ്ഷൻ, ദെൻ ഡിക്രിപ്ഷൻ. സോ RSA അൽഗോരിതം എന്ന് പറയുന്ന ഈ 3 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം കീ ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കീ ജനറേഷൻ. അപ്പോൾ കീ ജനറേഷനിലായിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു 2 പ്രൈം നമ്പേഴ്സിനെ ചൂസ് ചെയ്യുക. അവരെ P ആൻഡ് Q എന്ന് പറയും. സോ 2 പ്രൈം നമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നു, P ആൻഡ് Q. ദെൻ N കാൽക്കുലേറ്റ് ചെയ്യുക ബൈ മൾട്ടിപ്ലൈയിങ് P ആൻഡ് Q മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് N കിട്ടും. ദെൻ ഈ എന്നിനെ നിങ്ങൾക്ക് അറിയാം. ദെൻ അടുത്ത എന്താ ചെയ്യുക, ഒരു ഫൈ ഓഫ് N കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈ ഓഫ് N എന്ന് പറയുന്നത് P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1 ആയിരിക്കും. ദെൻ അതിനുശേഷം നമുക്കൊരു കോ പ്രൈം കണ്ടുപിടിക്കണം. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും ഫൈ ഓഫ് എന്നിനേക്കാളും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കണം. അതുപോലെ തന്നെ ഫൈ ഓഫ് എന്നിൻ്റെയും ഇയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും വേണം. സോ അങ്ങനെയുള്ളൊരു ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടുള്ളത്. ദെൻ നമ്മുടെ ഡിക്രിപ്ഷൻ കീ ഡിക്രിപ്ഷൻ കീ ഡി എന്ന് പറയുന്നത് ഇൻവേഴ്സ് മോഡ് ഫൈ ഓഫ് N എന്നാണ്. ദെൻ പബ്ലിക് കീ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെയർ ഓഫ് ഇയും എന്നും. എൻ എന്ന് പറയുന്നത് നമ്മളുടെ പബ്ലിക് ആണ്. സോ പബ്ലിക് കീ N എന്നും പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് D, N എന്നുമാണ് അറിയപ്പെടുന്നത്. ദെൻ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, C is equal to M⁻E mod N എന്നും. ഡിക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ സൈഫർ ടെക്സ്റ്റിനെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിനെ കിട്ടുന്നതിനായിട്ട് സൈഫർ ടെക്സ്റ്റ് റേസ് ടു D mod N എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കീ ജനറേഷൻ ആണ്. അപ്പോൾ കീ ജനറേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 പ്രൈം നമ്പേഴ്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്, പിയും ക്യൂവും. അപ്പോൾ പിയും ക്യൂവും ആക്ച്വലി നമ്മൾ അൽഗോരിതത്തിൽ പറയുന്ന ഈ പിയും ക്യൂ എന്ന് പറയുന്നത് വളരെ വലിയ ലാർജ് നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ ലാർജ് നമ്പേഴ്സ് ചൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിനായിട്ട് പിയുടെ വാല്യൂ 3 ആയിട്ടും ക്യൂയുടെ വാല്യൂ 11 ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ ഇനി അടുത്ത് എന്താ ചെയ്യുന്ന, കാൽക്കുലേറ്റ് എൻ എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. P ഇൻറ്റു ക്യൂ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് N കിട്ടും. സോ ഇപ്പോൾ ഇവിടെ P ഇസ് ഈക്വൽ ടു 3യും Q ഇസ് ഈക്വൽ ടു 11 ആയിരുന്നു. 3 ഇൻറ്റു 11 ഇസ് ഈക്വൽ ടു 33 എന്ന് കിട്ടി. സോ നമ്മളുടെ N എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി, 33 ആയിട്ട് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഫൈ ഓഫ് N കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈ ഓഫ് N എന്ന് പറയുന്നത് P മൈനസ് 1 ഇൻറ്റു Q മൈനസ് 1. അപ്പോൾ 3 മൈനസ് 1 ഇൻറ്റു 11 മൈനസ് 1 ദാറ്റ് ഈസ് 20. സോ നമ്മുടെ ഫൈ ഓഫ് N എന്ന് പറയുന്നത് 20 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇനി അടുത്ത എന്താ സ്റ്റെപ്പ്, നമ്മുടെ ഇയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ചൂസ് എ വാല്യൂ ഫോർ ഇ എന്നുള്ളതാണ്. അപ്പോൾ ഇയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളത് കാര്യം 1നേക്കാളും ഫൈ ഓഫ് എന്നിനേക്കാളും ഇടയ്ക്കുള്ള, ഇൻക്ലൂസീവ് ആവാം, 1ഉം ഫൈ ഓഫ് Nഉം ഇൻക്ലൂഡ് ചെയ്യാം, അതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കണം നമ്മളിവിടെ ഇക്ക് ചൂസ് ചെയ്യേണ്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ഇ എന്ന് പറയുന്നത് 1ഉം ആയിരിക്കണം. അതായത് ഫൈ ഓഫ് എന്നിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ എത്രയായിരുന്നു, 20. ഫൈ ഓഫ് എന്നിൻ്റെ വാല്യൂ 20. ദെൻ ഇയുടെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്തത് 7 ആയിരുന്നു. ഓക്കെ, ഇയുടെ വാല്യൂ ചൂസ് ചെയ്തില്ല അല്ലേ, ഇയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ളത്. അപ്പം 20യുടെയും ഇയുടെയും കോമൺ ഡിവൈസർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിട്ട് എന്തേ വരാൻ പാടുള്ളൂ,
വണ്ണേ വരാൻ പാടുള്ളൂ. അതിലൂടെ ഉദ്ദേശിക്കുന്നത് 20ക്കും ഇക്കും കോമൺ ഡിവൈസസ് വേറെ 1 അല്ലാതെ ഒരു നമ്പറും വരാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു വാല്യൂ വേണം നിങ്ങൾ ഇ ആയിട്ട് ചൂസ് ചെയ്യാൻ. അപ്പോൾ കോമൺ ഡിവൈസേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിയേഴ്സ് വരാത്ത ഒരു നമ്പർ വേണം ഇ ആയിട്ട് എടുക്കാൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ 1 2 3 അങ്ങനെ നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സ് സപ്ലൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 20,1 20ക്കും 1ഉം ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ്? 20ക്കും 1നും ആക്ച്വലി 1 ഉണ്ട്. 20യുടെയും 1ൻ്റെയും കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ദെൻ 22 എന്ന് പറയുമ്പോൾ 1ഉം 2ഉം വരും. 3 എടുക്കാൻ പറ്റില്ല, 3ക്കും 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലാർജ് നമ്പർ ആയിട്ടുള്ള 7 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഓക്കെ, 7. ഇപ്പോൾ ഈ 7 മാത്രമല്ല ഈ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, വേറെ മറ്റ് വാല്യൂസ് ഉണ്ടാവും. 25 എടുക്കാൻ പറ്റുമോ? ഇല്ല. 27 എടുക്കാം. 20ക്കും 7നും 1 തന്നെയാണ്, 20ക്കും 9നും 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് ഓഫ് ആ 5 ഓഫ് എന്നിൻ്റെയും ഇയുടെയും 1 വരാൻ പാടുള്ളൂ. സോ അങ്ങനെയുള്ള ഈ വാല്യൂസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ ദാറ്റ് 7 എന്ന് പറയുന്ന 1നെക്കാളും 20ക്കാളും ഇടയ്ക്കാണ്. പിന്നെന്താണ്? 7ൻ്റെയും 20യുടെയും കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 വരുന്നുള്ളൂ. സോ അങ്ങനെയുള്ളൊരു വാല്യൂ ചൂസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇ ഇൻവേഴ്സ് മോഡ് 5 ഓഫ് എൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇ ഡി ഈസ് ഈക്വൽ ടു മോഡ് 5 ഓഫ് എൻ എന്ന് പറയും. ഈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു മോഡ് 5 ഓഫ് എൻ. അപ്പോൾ ഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ള. ഡി ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു മോഡ് 5 ഓഫ് എൻ എന്നും ഡി ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു എന്താണ് മോഡ് 5 ഓഫ് എൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോഡ് 5 ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ഇ ഡി ഇസ് ഈക്വൽ ടു മോഡ് 5 ഓഫ് എൻ. അപ്പം ഈ മോഡ് 5 ഓഫ് എന്നിനെ കൂടി നിങ്ങൾ ഇപ്പോഴത്തേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എന്താവും? ഇ ഡി മോഡ് 5 ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഇനി നമ്മളുടെ ഡി ഇൻറ്റു ഇ മോഡ് 5 ഓഫ് എൻ. ഇവിടെ നമ്മുടെ 5 ഓഫ് എൻ്റെ വാല്യൂ നേരത്തെ ചെയ്ത എക്സാമ്പിൾ 20 എന്നായിരുന്നു. മോഡ് 20 ഈസ് ഈക്വൽ ടു 1. ഇനി ഏത് ഇയുടെ വാല്യൂ നമുക്കറിയാം. എന്താ ഇയുടെ വാല്യൂ? 7. ഡി ഇൻറ്റു 7 ഈസ് ഈക്വൽ മോഡ് 20 ഈസ് ഈക്വൽ ടു 1 ആവണം അല്ലേ? സോ അപ്പോൾ നമ്മൾ 7നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ 20 മോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിമൈൻഡർ 1 കിട്ടും എന്നുള്ളത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഡി ഇൻറ്റു 7 മോഡ് 20. അപ്പോൾ ഏതോ ഒരു നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കാം ആ നമ്പറിനെ. സോ എക്സ് മോഡ് 20 ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1 കിട്ടി. അത് 20നെ ഏതോ ഒരു നമ്പർ, 20 എന്ന് പറയുന്ന നമ്പർ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു നമ്പർ നമുക്കറിയാം അല്ലേ? 7നെ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡ് 20 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1 എന്നുള്ള ആൻസർ കിട്ടിയത്. സോ 7 ഇൻറ്റു 1 മോഡ് 20 ചെയ്ത് കഴിഞ്ഞാൽ 7 ഇൻറ്റു 1 മോഡ് 20 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടുമോ? 7 ഇൻറ്റു 1 മോഡ് 20, 7 മോഡ് 20 എന്ന് പറയുമ്പോൾ 7 എന്ന ആൻസർ കിട്ടുന്നത്. 7 ഇൻറ്റു 2 14 മോഡ് 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 എന്ന ആൻസർ കിട്ടുന്നത് അല്ലേ? 14 മോഡ് 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, 14 എന്ന് തന്നെ ആൻസർ കിട്ടും. ഇനി 7 ഇൻറ്റു 3 ചെയ്ത് നോക്കിക്കുക. 7 ഇൻറ്റു 3 ദറ്റ് ഈസ് 21. സോ 21 മോഡ് 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 മോഡ് 20 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്ന് കിട്ടും? ആൻസർ ദറ്റ് ഈസ് 1 എന്ന് കിട്ടും. സോ നമുക്ക് ഡിയുടെ വാല്യൂ എന്തായിട്ട് ചൂസ് ചെയ്യാം? 3 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഡിക്ക് നിങ്ങളപ്പോൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ആ വാല്യൂ ഇൻറ്റു 7 മോഡ് 20 എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിയുടെ വാല്യൂ 3 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. സോ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? നമ്മൾ പി ഇൻറ്റു ക്യൂ കണ്ടുപിടിച്ചു, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, 5 ഓഫ് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ദെൻ നമ്മുടെ ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ദെൻ ഇനി ഡി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയർസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പബ്ലിക് കീ പെയർ എന്ന് പറയുന്നത് പി യു എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇ കോമ എൻ ആണ് പബ്ലിക് കീ പെയർ. ദെൻ പ്രൈവറ്റ് കീ പെയർ എന്ന് പറയുന്നത് ഡി കോമ എൻ ആയിരിക്കും പ്രൈവറ്റ് കീ പെയർ. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന എൻ ആയിരിക്കും. സോ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ പബ്ലിക് കീ എന്ന് പറയുന്നത് 733 എന്നും പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് 333 എന്നും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് കീ ജനറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്.
ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ആണ്. എൻക്രിപ്ഷന് ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുക. സി ഈസ് ഈക്വൽ ടു എം റൈസ് ടു ഇ മോഡ് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ട്രൈ ചെയ്യുക. ദെൻ ഡിക്രിപ്ഷൻ ആയിട്ട് നമ്മുടെ സൈഫർ ടെക്സ്റ്റിനെ എടുത്തിട്ട് സി റൈസ് ടു ഡി മോഡ് എൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. സോ നമ്മുടെ ഈ എക്സാമ്പിൾ നോക്കാം. പിയുടെ വാല്യൂ 3യും ക്യൂയുടെ വാല്യൂ 11 ആയിരുന്നു. സോ അപ്പോൾ നമുക്ക് ഫൈവ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 20 ആണ്, എൻ ഇസ് ഈക്വൽ ടു 33. അപ്പോൾ എൻക്രിപ്ഷൻ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? എം റൈസ് ടു ഇ മോഡ് എൻ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരെണ്ണം അസ്യൂം ചെയ്യണം. സപ്പോസ് ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 31 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് എടുത്തിരിക്കുവാണ്, എം ഇസ് ഈക്വൽ ടു 31. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 31 റൈസ് ടു ഇ. ഇയുടെ വാല്യൂ 7 അല്ലേ? സോ 31 റൈസ് ടു 7 മോഡ് 33 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. സോ നമ്മുടെ ഈ ഒരു പബ്ലിക് കീ പെയറിന് നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ടാണ് 4 എന്ന് പറയുന്ന വാല്യൂ. സോ സൈഫർ ടെക്സ്റ്റിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. ദെൻ ഇനി ഡിക്രിപ്ഷനിൽ നമുക്ക് ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഡിക്രിപ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സി റൈസ് ടു ഡി മോഡ് എൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. 4 റൈസ് ടു ഡിയുടെ വാല്യൂ 3. 4 റൈസ് ടു 3 മോഡ് 33 എന്ന് പറയുമ്പോൾ എന്ത് തന്നെ കിട്ടും? നമുക്ക് 31 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പം, അതായത് ഒറിജിനൽ സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് എമ്മിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കണം ഡിക്രിപ്റ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മുടെ RSA അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ സൈഫർ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് സൈഫർ ടെക്സ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ദെൻ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇ ഇസ് ഈക്വൽ ടു 5ഉം എൻ ഇസ് ഈക്വൽ ടു 35ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഫർ ടെക്സ്റ്റ് അറിയാം, ഇ അറിയാം, എൻ അറിയാം. അപ്പോൾ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾക്ക് പിയും ക്യൂവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് അസ്യൂം ചെയ്യുന്നു, ലെറ്റ് പി ഈസ് ഈക്വൽ ടു 5, ക്യൂ ഈസ് ഈക്വൽ ടു 7. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രൈം നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ പി ഇൻറ്റു ക്യൂ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ എൻ കിട്ടുന്നത്. അതായത് നമ്മുടെ തന്നിരിക്കുന്ന എന്ന് കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ പിയും ക്യൂവും ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന എൻ എന്ന് പറയുന്നത് 35 ആണ്. സോ 35ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന രണ്ട് പ്രൈം നമ്പർ 5ഉം 7ഉം നമുക്ക് എടുക്കാം. അങ്ങനെ എൻ എടുത്തു. എൻ നമുക്ക് അറിയാവുന്നതാണ്. സോ എൻ കാൽക്കുലേറ്റ് ചെയ്തു. സോ പിയും ക്യൂവും നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ ഇനി അടുത്ത ഫൈവ് ഓഫ് എൻ കാൽക്കുലേറ്റ് ചെയ്യണം. പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1 ദറ്റ് ഈസ് 4 ഇൻറ്റു 6 ചെയ്തപ്പോൾ 24 എന്ന് കിട്ടി. ഫൈവ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടുള്ള? ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ ഗിവൻ ഇ ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടുള്ള എന്താ? ഇനി ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഡി ആണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ഇ ഇൻവേഴ്സ് മോഡ് 5 ഓഫ് എൻ ആണെന്ന് അറിയാം. അപ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു മോഡ് 5 ഓഫ് എൻ. അപ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു മോഡ് 24. 5 ഓഫ് എന്നിൻ്റെ വാല്യൂ 24 എന്നായിരുന്നു കിട്ടിയത്. സോ 5 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു മോഡ് 24. 24 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ മോഡ് 24 ചെയ്യുമ്പോൾ 5നെ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 24 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ 24 വെച്ച് മോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ 1 കിട്ടും. സോ അതെന്തായിരിക്കും? 5 ഇൻറ്റു ഡി ചെയ്ത് 5 ഇൻറ്റു ഡിയെ മോഡ് 24 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മോഡ് 24 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടുന്നുണ്ട് അല്ലേ? അതായത് 5നെ എന്തോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഒരെണ്ണം കൂടെ വരുമ്പോൾ 25 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓക്കെ ആവില്ലേ? സോ 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5നെ 2 നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 5 ഇൻറ്റു 2 10 മോഡ് 24 1 ആണോ? അല്ല. 5 ഇൻറ്റു 3 ചെയ്ത് നോക്കിക്കേ, 15 മോഡ് 24 1 ആണോ? അല്ല. 4 ചെയ്ത് നോക്കിയാൽ 5 ഇൻറ്റു 4 20 മോഡ് 24 1 ആണോ? അല്ല. ദെൻ 5 ഇൻറ്റു 5 നോക്കിക്കേ, 5 ഇൻറ്റു 5 ദറ്റ് ഈസ് ഇക്വൽ ടു 25 ആണ് വരുന്നല്ലേ. സോ 25 മോഡ് 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 മോഡ് 24 എന്ന് പറയുന്നത് ആൻസർ ഇക്വൽ ടു 1. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടും. 5 ഓഫ് കോഴ്സ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 25 കിട്ടും. സോ ഡി ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എൻക്രിപ്ഷൻ്റെ കാര്യം നമുക്കില്ല. നമുക്ക് ഡയറക്റ്റ് സൈഫർ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ എത്രയാവുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എം ഈസ് ഈക്വൽ ടു സി റൈസ് ടു ഡി മോഡ് എൻ ആണ്. 10 റൈസ് ടു 5 മോഡ് 35 എന്ന് പറയും. 10 റൈസ് ടു 5 മോഡ് 35 നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിട്ട് കിട്ടി. സോ ഈ രീതിയിലാണ് RSA അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക്
ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ an RSA algorithm, participant uses two prime numbers p is equal to 13 and q is equal to 17 to generate public and private keys. പബ്ലിക് കീ എന്ന് പറയുന്നത് 35 ആണ് തന്നിട്ടുണ്ട്. ദെൻ പ്രൈവറ്റ് കീ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് പ്രൈം നമ്പേഴ്സ് തന്നിട്ടുണ്ട്, പി ആൻഡ് ക്യൂ. സോ പി ഈസ് ഈക്വൽ ടു 13, ക്യൂ ഈസ് ഈക്വൽ ടു 17. അത് വെച്ചിട്ട് നമുക്ക് എൻ കാൽക്കുലേറ്റ് ചെയ്യാം. പി ഇൻറ്റു ക്യൂ ദറ്റ് ഈസ് 21, 221 എന്ന് കിട്ടി എന്നിൻ്റെ വാല്യൂ. Then phi of n calculate ചെയ്യാം. p minus 1 into q minus 1 that is phi of n is equal to 192 ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. 12 into 16 that is 192. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഇയുടെ വാല്യൂ ചൂസ് ചെയ്യണം. സോ ഇയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 1നേക്കാളും phi of n-നേക്കാളും കുറവായിരിക്കണം. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് phi of n-ൻ്റെയും ഇയുടേതും 1 ആയിരിക്കുകയും ചെയ്യണം. ഇപ്പോൾ നമുക്കിവിടെ ഇ തന്നിട്ടുണ്ട്, 35 ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇ ഡി ഇസ് ഈക്വൽ ടു മോഡ് 5 ഓഫ് എൻ എന്നാണെന്നറിയാം. ഓക്കെ, അപ്പോൾ 35 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു മോഡ് 92, അല്ലെങ്കിൽ 35 ഇൻറ്റു ഡി മോഡ് 92, 192 ഇസ് ഈക്വൽ ടു 1 എന്ന് വരുന്ന ഏത് വാല്യൂ ആണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പം ഏത് നമ്പറിനെ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മോഡുലസ് 192 ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്, ഓരോന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് 35 ഇൻറ്റു എ നമ്പർ മോഡ് 192 ഗീവ്സ് ദ റിസൾട്ട് 1 അല്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. അതായത് 35നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 192 മോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ 192ൽ ആക്ച്വലി 1 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം വാല്യൂസ്? 192 പ്ലസ് 1ന് നിങ്ങൾക്ക്, അതായത് ഇവിടെ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 193 ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് ഈ 35 ഇൻറ്റു ഡി മോഡ് 192 ആണ് നമ്മുടെ പ്രോബ്ലം അല്ലേ? സോ മോഡ് 192 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 1 എന്നുള്ള ആൻസർ കിട്ടണമെങ്കിൽ ഇവിടെ എന്താണെങ്കിൽ കിട്ടും? 193 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു റിസൾട്ട് 1 ആയിട്ട് കിട്ടും. അതായത് 193 മോഡ് 192 ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇപ്പോൾ 1 വരുന്ന സിറ്റുവേഷൻ ആണ് ഞാനിവിടെ പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഇപ്പം അടുത്ത 192 അല്ലാന്നുണ്ടെങ്കിൽ 385 മോഡ് 192 ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ 1 എന്നുള്ള ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 35നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 193 കിട്ടുമോ? 35നെ നമ്പർ കൊണ്ട് 35നെ, അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 35നെ നിങ്ങൾക്ക്, ഇപ്പം നമുക്ക് 35നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 175 ആണ് കിട്ടുന്നത്. ഇനി 35നെ നിങ്ങൾ 35നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 210 ആണ്. 193ലേക്ക് പോകുന്നില്ല. 35 ഇൻറ്റു 5 എന്ന് പറയുന്ന 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 175 എന്നുള്ള ആൻസർ ആണ്. 175 190യിലോട്ട് പോകാൻ നമ്മൾക്ക് ഇനി അടുത്ത് നോക്കാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 210 ആണ്. അപ്പോൾ അതുകൊണ്ട് നടക്കത്തില്ല. 2 കൊണ്ട്, അതായത് 5 എന്നുള്ള നമ്പർ 35ന് 5 എന്നുള്ള 5 കൊണ്ടോ 6 കൊണ്ടോ നടക്കത്തില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ലാർജ് ആയിട്ട് ചിന്തിക്കാം. 35ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 350 ആയിരിക്കും കിട്ടുക. 350 അല്ലേ കിട്ടുന്നത്? അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 350. അപ്പോൾ ഇനി അടുത്ത 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 385 എന്ന് കിട്ടും. ഓക്കെ, 385. അപ്പോൾ 385 മോഡ് 192 എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമുക്ക് ഡി എന്നുള്ള വാല്യൂ എന്തായിട്ട് ചൂസ് ചെയ്യാം? 11 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ 1 വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ 192ൻ്റെ എന്ത് നമ്പർ മോഡ് 192 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും? 193 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, ഇനി 384 പ്ലസ് 1, അതായത് 385 ആണെങ്കിലും 1 കിട്ടും. അപ്പം 192 ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുക. 35നെ 192 ആക്കി മാറ്റാൻ പറ്റുമോ? 35 ഇൻറ്റു 5 175 ആണ്. 35 ഇൻറ്റു 6 210 ആണ്. 193ലേക്ക് വരുന്നില്ല. ദെൻ ഇനി അടുത്ത നമ്പേഴ്സ്, അപ്പം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 350 വരുന്നുള്ളൂ. അപ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 385 വന്നു. സോ 385 ഓക്കെ ആണ്. സോ 385 കിട്ടിക്കഴിഞ്ഞാൽ മോഡ് 192 ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ഡിയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? 11 ആയിട്ട് ചൂസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു അത് ആ ഒരു പ്രോബ്ലം. സോ ഇനി നമുക്ക് സെക്യൂരിറ്റി ഓഫ് ആർ എസ് എ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ എസ് എ അൽഗോരിതത്തിൻ്റെ 4 അപ്രോച്ചസ് ആണ് അറ്റാക്ക് ചെയ്യാനുള്ള അപ്രോച്ചസ്. ഫസ്റ്റ് വൺ ഈസ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുമ്പം എല്ലാ പ്രൈവറ്റ് കീ പോസിബിലിറ്റീസും അസ്യൂം ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് ഉള്ളതാണ്. പിന്നെ മാത്തമാറ്റിക്കൽ അറ്റാക്സ് വരുന്നുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് 2 പ്രൈം നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എല്ലാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതാണ് മാത്തമാറ്റിക്കൽ അറ്റാക്കിൽ വരുന്നത്. ദെൻ ടൈമിംഗ് അറ്റാക്ക് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഡിക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള റണ്ണിങ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അൽഗോരിതം ടൈമിംഗ് അറ്റാക്സ് വർക്ക് ചെയ്യുന്നത്. ദെൻ ചൂസ് ആൻഡ് സൈഫർ ടെക്സ്റ്റ് അറ്റാക്കുകളുണ്ട്. അതായത് ആർ എസ് എ അൽഗോരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആ സൈഫർ ടെക്സ്റ്റുകൾ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക പാറ്റേണും ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങനെ കീ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ. സോ ഇങ്ങനെ ഈ 4 രീതിയിലാണ് നമുക്ക് ആർ എസ് എ അൽഗോരിതത്തിൽ അറ്റാക്ക് ചെയ്യാറുള്ളത്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്, മാത്തമാറ്റിക്കൽ അറ്റാക്ക് ഉണ്ട്, ടൈമിംഗ് അറ്റാക്സ് ഉണ്ട്, ചൂസ് ആൻഡ് സൈഫർ ടെക്സ്റ്റ് അറ്റാക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന എന്താണ്, ലാർജ് കീ സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ളത് വെച്ച് നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുമ്പം ലാർജ് കീ സ്പേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിൽ എല്ലാ കീ പേഴ്സും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാർജ് നമ്പർ ഓഫ് ബിറ്റ്സ് ആകുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി എന്താവും, ഡി എന്ന് പറയുന്നത് കുറച്ചുകൂടി സെക്യൂർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാൽക്കുലേഷൻസ് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കീസ് അല്ലെങ്കിൽ ലാർജർ കീസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ അൽഗോരിതമാക്കി ആർ എസ് എ മാറ്റാനായിട്ട് കഴിയും. ദെൻ ആർ എസ് എ സെക്യൂരിറ്റി, അപ്പോൾ അതിലാണ് 4 അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സ് കീ സെർച്ച് ഉണ്ട്, ദെൻ മാത്തമാറ്റിക്കൽ അറ്റാക്സ് ഉണ്ട്, ഫാക്ടറിങ് മോഡുലസ് ഉണ്ട്, ദെൻ ടൈമിംഗ് അറ്റാക്സ് ഉണ്ട്, ദെൻ ചൂസ് ആൻഡ് സൈഫർ ടെക്സ്റ്റ് അറ്റാക്കുകളുണ്ട്. ദെൻ അപ്പോൾ ആർ എസ് എ അറ്റാക്കേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ അറ്റാക്ക് യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ആ ഫാക്ടറിങ് പ്രോബ്ലം അതാണ്. അതായത് 2 പ്രൈം ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ n ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫൈ ഓഫ് n എന്ന് പറയുമ്പോൾ p-1 × q-1. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഡി എന്ന് പറയുന്ന ആ ഒരു കീ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഇൻവേഴ്സ് ഓഫ് മോഡ് ഫൈ ഓഫ് n എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് യൂളേഴ്സ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അൽഗോരിതത്തിന് ഈ ഒരു രീതിയിൽ, ഈ മാത്തമാറ്റിക്കൽ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫൈ ഓഫ് n ഡയറക്റ്റ്ലി ട്രൈ ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, പിയുടെയും ക്യൂടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്, ഡി കാൽക്കുലേറ്റ് ചെയ്യുക, ഡിയുടെ പോസിബിൾ ഈസ് ഒക്കെ അത് അസ്യൂം ചെയ്യുക, എന്നിട്ട് മോഡ് ഫൈ ഓഫ് n കണ്ടുപിടിക്കുക. ദെൻ ഡയറക്റ്റ്ലി ആണ് പിന്നെന്താണ് ഡയറക്റ്റ്ലി ഡി ഡിറ്റർമിൻ ചെയ്യാനും നോക്കാറുണ്ട്, അതായത് ഫൈ ഓഫ് n കണ്ടുപിടിക്കാതെ തന്നെ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ആർ എസ് എ അറ്റാക്കുകൾ വരുന്നത്. അപ്പം ഈ അറ്റാക്കേഴ്സിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ അറ്റാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കീ സൈസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.